ഹലോ ഗായ്സ്, ഞങ്ങളുടെ ഡേ 2 ആണെന്ന്. ഞങ്ങള് ഒരു ഷാരിങ് കാനിയോണിലേക്ക് പോവാം. അതിനുള്ള ഇന്ധനം മേടിച്ചു. ഇവിടുത്തെ ചീപ്പ് ബിയറാണിത്. എൻ്റെ പേര് പിയോ എന്ന് പറഞ്ഞാൽ ബിയർ. അത്യാവശ്യം വേണ്ട വേർഡ്സ് പഠിക്കാൻ പറഞ്ഞപ്പോ പഠിച്ചു വെച്ച വേർഡാണ് പിയോ ബോധ. ഞാൻ കോഫി കുടിക്കുന്നു, നല്ല ചൂട് കോഫി. കേക്കില്ല. ഫാമിലിക്കും വണ്ടിക്ക് അനുസരിച്ചിട്ട് ടൂർ കൊടുക്കണം അല്ലേ? കൊറേ ടൂറിസ്റ്റിനോ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഷാരിങ് കാനിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 12 മില്യൺ വർഷങ്ങളെടുത്ത് ഇവിടെ കുറേ കോട്ടകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടുത്തെ വിൻഡും അതുപോലെ തന്നെ കാലാവസ്ഥ കാരണം നാച്ചുറലി ഉണ്ടായതാണ് ഇവിടുത്തെ കോട്ടകൾ. ഇതിനെ പറയുന്ന വേറൊരു വേർഡാണ് വാലി ഓഫ് കാസൽസ്, കൊട്ടാരങ്ങളുടെ താഴ്വാര. അപ്പം അവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. വഴിയെ ഞാൻ അവിടുത്തെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. വളരെ എന്താ പറയുക, നാച്ചുറലി ഉണ്ടായിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ കേട്ടോ. ഊർന്നു പോയാൻ നീ ബാക്കിക്ക് വീഴണ്ട. ട്രഡീഷണൽ ഹട്ടാ ഇതിന്റെ പേര് YURT യൂറിട്ട്. വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. ഇങ്ങനത്തെ കുറെ ഹട്ടുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ 1 ഡേ സ്റ്റേക്കൊക്കെ വേണ്ടിയിട്ട്. കാരണം നല്ല രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ. ലുക്കിംഗ് നൈസ്. യൂർട്ടാഡ എന്ന് പറയാം, യൂർട്ടാഡ. വഴി ഞങ്ങള് വരണ വഴിക്ക് ഇതേ റോട്ടില് അവര് പോവാ നിന്നെ കണ്ടിട്ട്. എന്റെ വീഡിയോഗ്രാഫർ എന്തോ തലകുത്തി തലയിലെന്തോ പുകഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട്. അതെ, വീട്ടില് കുക്ക് ചെയ്യില്ലെങ്കിൽ ഇവിടെ എന്തോ കുക്ക് ചെയ്യുന്നു. അവൻ നോക്കണ തിരിഞ്ഞത് വാ വേടാ ഒരു ചേട്ടൻ. ജലദോഷല്ല, ഇയാളോട് ചോദിച്ചു നോക്കിയേ. ജലദാഷ് നമ്മൾ ഓരോ വില്ലേജ് കവർ ചെയ്യും.
വണ്ടി ഓടുന്ന സമയത്ത് എനിക്ക് കാണില്ല. ഞാൻ ഗേസിന്റെ വീഡിയോ എടുക്കുന്നു എന്റെ മൊബൈലില്. ഇത്രയും കാണിച്ചിട്ടുണ്ടായാ അതെ. കസാഖിസ്ഥാനാ അങ്ങനെ ഫൈനലി ഞങ്ങൾ കോൾസായ്, നമ്മൾ വായിക്കുമ്പോൾ കോൾസായ് ആണ്, പക്ഷെ ഇവരോട് പ്രൊനൗൺസിയേഷൻ വരുന്നത് കുൽസൈ ലേക്ക്. അവിടെയാണ് കുൽസൈ ലേക്ക്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ടോയ്ലറ്റിൽ നമ്മൾ കയറണമെങ്കിൽ 100 ടെങ്കെ കൊടുക്കണം. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിൽ ഉണ്ട്. താഴേക്ക് ഹോഴ്സ് എടുത്തിട്ട് നമുക്ക് പോവാം. കുതിര സഫാരി വഴി നമുക്ക് വേണമെങ്കിൽ താഴെ പോവാം. നമ്മളിപ്പോൾ അത് എടുത്തേക്കണത് വാക്കിംഗ് ആണ്. പാവം കുതിര എന്തിനാ നമ്മളെ ചുമക്കണത്? നമുക്ക് അല്ലെങ്കിൽ തന്നെ നല്ല വീട്ടുണ്ട്. പട്ടിയാണ് ഫോക്കസ് വന്നത്. ഹായ് പിഞ്ചേട്ടന് ഗൈസ്, ഇന്നത്തെ നമ്മുടെ ടൂർ ഗൈഡ് മിസ്റ്റർ ഫഹീം. നാടത്തെ അലൻ ജോസ് പെരേര. ഇവരൊക്കെ ഇവിടുത്തെ ഭാവി ഡോക്ടേഴ്സ് ആണ്. ഇവിടുത്തെ നാട്ടിലത്തെ കസക്കിസ്ഥാനില് പഠിക്കുന്നു. കുതിരയില് അങ്ങനെ വരേണ്ടി വരും. നമുക്കത് റിസ്കി ആയിട്ട് തോന്നി, അതുകൊണ്ട് നമ്മളത് സജസ്റ്റ് ചെയ്തില്ല. നമുക്ക് നടക്കാന്ന് പറഞ്ഞു. പാവം കുതിരകള്. കുറച്ചധികം നടക്കാനുണ്ട്. പിന്നെ അവിടെ ഐസ് വീഴാണ്ടിരിക്കാൻ ഇവരിങ്ങനെ മരത്തിൻ്റെ സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. വയ്യാണ്ടായി എന്തായാലും. പിന്നെ എല്ലാം എൻജോയ് ചെയ്ത് നടക്കുന്നു ഞങ്ങളങ്ങനെ കുൽസൈ ലേക്കിൻ്റെ അവിടെ വന്ന് അഡ്വഞ്ചറസ് ഫോട്ടോഗ്രാഫി മാത്രം ഇഷ്ടപ്പെടുന്ന ഉണ്ണിക്കുട്ടൻ. കുതിര വെള്ളം കുടിക്കുന്നിടത്ത് പോയിട്ട് ഫോട്ടോ എടുത്തേക്കാം. കഷ്ടപ്പാട്. ഇപ്പൊ അടുത്താള് വരൂ കേട്ടാ. ഇറങ്ങാൻ കുഴപ്പമുണ്ടാവില്ല. ഇനി എങ്ങനെ കേറും? നല്ല 18 പടിയുള്ളത്, ഇത് 30 പടി ഉണ്ടാവും. എളുപ്പല്ല, പക്ഷെ കഷ്ടപ്പെട്ടാണെങ്കിലും താഴെ എത്തിയിട്ടുള്ള വ്യൂ അടിപൊളിയാണ്. കൈൻഡ് ഓഫ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയും. കസക്കിസ്ഥാനിലെ ടിയാൻ ഷാ പർവ്വത നിരകളിൽ കാണപ്പെടുന്ന ക്ലിയർ വാട്ടർ ഉള്ള ലേക്കാണ് കോൾസൈ ലേക്സ്. നെക്ലസ് ഓഫ് നോർത്തേൺ ടിയാൻ ഷാ എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. വളരെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നമ്മൾ ഒരു കയറ്റത്തിൽ നിന്ന് ബാക്കിക്ക് കയറുമ്പോൾ നമുക്ക് പിന്നെയും സ്പീഡിൽ കയറാൻ പറ്റുന്ന പറയണേ. അതിത് സമാധാനത്തിൽ കയറാൻ പറ്റും, ഇത്തിരി ശ്വാസം കിട്ടിയിട്ട്. നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറാം. ലഞ്ചും ഡിന്നറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ എന്തൊരു അപ്പം പോലത്തെ സാധനം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. സെമീന പുറം നാട്ടി വന്നിട്ട് രാമൻ കഴിക്കുന്നു. കഴിച്ചോ? ഇതാണ് കുതിര ഇറച്ചി.
ഇതാണ് പ്ലവ് ഷെമീനെ രാമൻ റൈസ് വിത്ത് ബീഫ്. എന്തിനാ കുർദാക്ക്? ഓക്കേ. എന്താ പുറത്തിരിക്കണേ? ഒട്ടുമില്ല. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. നമുക്ക് ഇന്ന് നമ്മുടെ ഇതൊരു വില്ലേജ്, സാത്തി എന്ന് പറയുന്ന വില്ലേജിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. നമുക്ക് അപ്പാർട്ട്മെന്റ് ടൂർ കാണാം. നല്ല തണുപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ കിടന്നുറങ്ങേണ്ടത്. ഓ ഓ ചൂടെടുക്കെന്തോ. നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഒരു ചെറിയ കിച്ചൺ, ഒരു വാഷ്റൂം, കുളിക്കുന്ന കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. സമയം 9 മണി. ഞങ്ങള് ഫുഡ് അന്വേഷിച്ച് നടക്കാണ്. എല്ലാരും കിടന്ന് ഇനി ആരെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് കുറച്ച് ചോറുണ്ടോ ചേച്ചിന്ന് ചോദിക്കണം. ഏറ്റവും വലിയ കോമഡിയുടെ 9 മണിക്ക് ലോഡ് ഷെഡിങ് കറണ്ട് പോകും. ഞങ്ങൾ വഴി പോലും എടുക്കില്ല. ഞങ്ങള് അന്വേഷിച്ച് നടക്കുക. ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് 9 മണിയാകുമ്പോഴേക്കും എല്ലാം കട അടയ്ക്കും. ഞങ്ങൾ ഓടി പിടിച്ചൊരു കട അടയ്ക്കാറായി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് ടേക്ക് അവേ എടുത്തോളാന്ന് പറഞ്ഞിട്ട് ഫുഡ് മേടിച്ച് ഇപ്പം റൂമിലേക്ക് 15 മിനിറ്റ് നടക്കാണ്ട്. -1 ആണ് ഇപ്പത്തെ തണുപ്പ്. എല്ലാരും നടക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഉള്ള സ്ഥലം. നമ്മൾ ഈ പുൽക്കൂട്ടിലൊക്കെ ജനിച്ചു എന്ന് പറയുന്നത്. പുൽക്കൂട്ടിലാണെന്ന് പറയുന്നത്. മഞ്ഞ് പുൽക്കൂട് പോലെ. ഒന്ന് കടയിൽ പോയി വന്നപ്പോഴേക്കും വയ്യണ്ടേ. നൈസ് ഏരിയ, ഐ ലൈക്ക് ഇറ്റ്. ഐസൊക്കെ കട്ട പിടിച്ചെടുക്കുക. നമ്മള് ഫുഡ് കഴിച്ചിട്ട് അവിടേക്ക് പോണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ.